ബൽറാം അവിടെയുള്ള ആളുകൾക്ക് അഭിനവിന്റെ ഐഡന്റിറ്റിയെ കുറിച്ച് സംശയം തോന്നിക്കുന്ന ഒന്നും ചെയ്യില്ലെന്ന് അവൻ പ്രത്യാശിച്ചു. ഇവൻ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാനേജർക്ക് അതിനെക്കുറിച്ച് അറിയണം. നിങ്ങൾ നിങ്ങളുടെ തലത്തിലാണ് നടപടിയെടുക്കുന്നതെങ്കിൽ ഒരുപക്ഷെ മാനേജർക്ക് അതൃപ്തി തോന്നാൻ സാധ്യതയുണ്ട്. ശരി സർ. വരൂ. ബൽരാജ് അഭിനവിനെ നോക്കി തന്റെ കൂടെ അകത്തേക്ക് വരാൻ ആംഗ്യം കാണിച്ചു. ഇരുവരും ഒരുമിച്ച് മാനേജറുടെ ക്യാബിനിലേക്ക് പ്രവേശിച്ചു. മാനേജർ കസാരയിലിരുന്ന് കമ്പ്യൂട്ടറിൽ ജോലി ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ശ്രദ്ധ ആകർഷിക്കാൻ ബൽറാം വാതിൽ ശക്തിയായി അടച്ചു. പെട്ടെന്ന് മാനേജറുടെ കണ്ണ് വാതിലിൽ പതിഞ്ഞു. ബൽരാജ് മുന്നിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ, മിസ്റ്റർ ബൽറാം, നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി? എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ലേ? വിളിച്ചുകൂടായിരുന്നോ? ദയവായി ഇരിക്കൂ, പറയൂ, നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ വന്നത്? ഞാൻ ഇവിടെ ഒരു ആവശ്യത്തിനാണ് വന്നത്. പക്ഷെ പുറത്തുള്ള ഒരു രംഗം കണ്ടപ്പോൾ എനിക്ക് ആദ്യം നിങ്ങളോട് ഇതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നി. പറയൂ.